തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി ബീഹാർ തെരഞ്ഞെടുപ്പിൽ 243-ൽ 238 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിച്ചത്. NDAയ്ക്കും മഹാസഖ്യത്തിനും മൂന്നാം ബദലായി അവതരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ തകർന്നടിയാനായിരുന്നു ജൻ സുരാജ് പാർട്ടിയുടെ വിധി. ജാതിയുടെയും വ്യക്തിഗത സ്വാധീനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി വികസനം, തൊഴിലില്ലായ്മ, കുടിയേറ്റം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിയുടെ പ്രഖ്യാപനം. പാർട്ടി രൂപീകരിക്കുന്നതിനു മുൻപ് 3 വർഷത്തിലേറെയായി പ്രശാന്ത് കിഷോർ നടത്തിയ ജൻസ്വരാജ് പദയാത്ര സംസ്ഥാനത്തുടനീളം വലിയൊരു പ്രാദേശിക ശൃംഖല സ്ഥാപിക്കാനും ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനും ശ്രമിച്ചിരുന്നു. ദശാബ്ദങ്ങളായി ബീഹാർ ഭരിക്കുന്ന പ്രധാന മുന്നണികളോടുള്ള ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്നും വിദ്യാസമ്പന്നരും യുവതലമുറയും തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുമായിരുന്നു ജൻസ്വരാജ് പാർട്ടിയുടെ പ്രതീക്ഷ. പ്രൊഫസർമാർ, മുൻ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, അഭിഭാഷകർ തുടങ്ങിയ ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മാറ്റത്തിനു വേണ്ടിയുള്ള പാർട്ടിയെന്ന ജൻസ്വരാജിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജൻസ്വരാജ് ദയനീയ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ജാതി സാമുദായിക സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കി നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഭരണപരമായ വിഷയങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള പ്രചാരണത്തിന് പരമ്പരാഗത വോട്ട് ബാങ്കുകളെ തകർക്കാൻ കഴിഞ്ഞില്ലെന്നാണ് സൂചന. പ്രശാന്ത് കിഷോർ NDAയുടെയോ മഹാസഖ്യത്തിന്റെയോ ബി ടീം ആണെന്ന തരത്തിലുള്ള പരസ്പര ആരോപണങ്ങൾ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പ്രാദേശിക നേതാക്കൾക്കിടയിലുണ്ടായ തർക്കങ്ങളും ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് പാർട്ടിയുടെ വിശ്വാസ്യത തുടക്കത്തിലെ തകർക്കുകയും ചെയ്തു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.